വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇരുന്നെഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്നുവോ? ഹീമോഗ്ലോബിന്റെ കുറവ് ഗുരുതരം. ആധുനികവും വേഗതയേറിയതുമായ ഈ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു സാധാരണമാണ്. എന്നാൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഉദാസീനതമായ ജീവിതശൈലി, സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയാണ് ഇപ്പോൾ സാധാരണമായി നമ്മുടെ കൂടെയുള്ള അസ്വസ്ഥതകൾ. മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും സാധാരണമായ അവസ്ഥകളിൽ ഒന്നാണ് ഹീമോഗ്ലോബിന്റെ കുറവ്. ഹീമോഗ്ലോബിൻ ഇരുമ്പ് സമ്പുഷ്ടമായ പ്രോട്ടീനാണ്. ഇത് ചുവന്ന രക്താണുക്കളിലാണ് കാണപ്പെടുന്നത്. ഇത് ശരീരത്തിലുടനീളം ഓക്സിജൻ വഹിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അത് ക്ഷീണം, ബലഹീനത, ശ്വാസതടസ്സം, തലവേദന തുടങ്ങിയവയ്ക്ക് കാരണമായേക്കാം. അളവ് ഗണ്യമായി കുറയുകയാണെങ്കിൽ അനീമിയ പോലുള്ള അസ്വസ്ഥതകളിലേക്കും എത്തപ്പെടുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾ അനീമിയ പോലുള്ള അസ്വസ്ഥതകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഒരേ പ്രായത്തിലുള്ള പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി പെൺകുട്ടികളിൽ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണ്. എങ്ങനെയാണ് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. തലകറക്കവും ശ്വാസതടസ്സവും നിസാരമല്ല. ഹീമോഗ്ലോബിൻ അളവ് ശ്രദ്ധ വേണം. ചുവന്ന രക്താണുക്കളുടെ പ്രധാന പ്രവർത്തനം ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക എന്നതാണ്. RBCകളിൽ ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ജീവനുള്ള കോശങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് ഓക്സിജൻ വഹിക്കുന്നതാണ്. ശ്വാസകോശത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന ഓക്സിജന്റെ 97% ഹീമോഗ്ലോബിനിലൂടെയും മറ്റു 3% പ്ലാസ്മയിലൂടെയുമാണ് പോകുന്നത്. ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഒന്നാമതായി, വൈറ്റമിൻ സി സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ. ഇരുമ്പ് ശരീരത്തിന് പൂർണ്ണമായി ആഗിരണം ചെയ്യാൻ കഴിയുകയില്ല. ആയതിനാൽ അതിനെ നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണം ആവശ്യമാണ്. ആയതിനാൽ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറഞ്ച്, നാരങ്ങ, തക്കാളി, മാതള നാരങ്ങ മുതലായ കൂടുതൽ കഴിക്കുക. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിന്റെ അളവിനും മികച്ചതാണ്. നാഷണൽ അനീമിയ ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാനുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഇരുമ്പിന്റെ കുറവ്. പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് 19 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് 8 മില്ലിഗ്രാം ആണ്. പ്രായം പൂർത്തിയായ സ്ത്രീകൾക്ക് 19 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് 18 മില്ലിഗ്രാം ആണ്. ആയതിനാൽ ഇലക്കറികൾ, കരൾ, മുട്ട, ചീര, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, മാംസം, മത്സ്യം, ഡ്രൈ ഫ്രൂട്ട്സ് മുതലായവ പോലുള്ളവ ഇരുമ്പ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോളിക് ആസിഡ് കഴിക്കുക. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ബി കോംപ്ലക്സ് വിറ്റാമിനാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ കുറവ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയ്ക്കാൻ ഇടയാകുന്നു. കൂടുതൽ ഇലക്കറികൾ, ഉണക്ക ബീൻസ്, നിലക്കടല, വാഴപ്പഴം, ബ്രൊക്കോളി, കരൾ മുതലായവ കൂടുതൽ തവണ കഴിക്കുക. ഇത് നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ്. മാതള നാരങ്ങ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ എന്നിവയ്ക്കൊപ്പം കാൽസ്യം, ഇരുമ്പ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് മാതള നാരങ്ങ. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്. അതിന്റെ സാധാരണമായ പോഷക മൂല്യം നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹീമോഗ്ലോബിന്റെ അളവ് തുല്യമാണെന്ന് ഉറപ്പാക്കാൻ ദിവസവും മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഈന്തപ്പഴത്തിൽ ധാരാളം ഊർജം അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിൽ ഇരുമ്പിന്റെ ധാരാളം ഉറവിടങ്ങൾ ഈന്തപ്പഴത്തിൽ ഉണ്ട്. എന്നിരുന്നാലും ഉയർന്ന പഞ്ചസാരയുടെ അളവ് കാരണം പ്രമേഹ രോഗികൾ ഈന്തപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. ബീട്രൂട്ട് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഇരുമ്പിന്റെ അംശം മാത്രമല്ല, പൊട്ടാസ്യം, ഫൈബർ എന്നിവയ്ക്കൊപ്പം ഫോളിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ രക്തത്തിന്റെ അളവ് ഉറപ്പാക്കാൻ എല്ലാ ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഇത് ശീലിക്കുന്നതിലൂടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. പയർ, കടല, ബീൻസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങളിലും ഹീമോഗ്ലോബിന്റെ അളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെയും ഫോളിക് ആസിഡിന്റെയും ഉള്ളടക്കം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മത്തങ്ങ വിത്തുകളിൽ ഏകദേശം 8 മില്ലിഗ്രാം ഇരുമ്പും ആവശ്യത്തിന് കാൽഷ്യവും മഗ്നീഷ്യവും എന്നിവയുടെ ഉള്ളടക്കവും നൽകുന്നു. ഇവ സലാഡുകളായിട്ടോ സ്മൂത്തി ആയിട്ടോ കഴിക്കാവുന്നതാണ്. ഇവ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. എല്ലാ ദിവസവും ഒരു പിടി മത്തങ്ങ വിത്തുകൾ കഴിക്കുന്നത് എന്തുകൊണ്ടും മികച്ചതാണ്. അവസാനമായി, തണ്ണിമത്തൻ. ഇരുമ്പിന്റെയും വൈറ്റമിൻ സിയുടെയും അളവ് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മികച്ച പഴങ്ങളിൽ ഒന്നാണ് തണ്ണിമത്തൻ. ഇത് ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും തണ്ണിമത്തൻ പോലുള്ളവ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ ചായ, കാപ്പി, കൊക്കോ
സോയ ഉൽപ്പന്നങ്ങൾ, തവിട് തുടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് ആഗിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. ഹീമോഗ്ലോബിൻ അളവ് കുറവാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കണം. കൂടാതെ മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശീലമാക്കും. നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.